Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. തിരിച്ചുള്ള യാത്ര ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് ഞാനിവിടെ ഷിരിഡിയിലാണുള്ളത്. ഷിരിഡി ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇവിടുന്ന് ബോംബെയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഫുൾ ഡിസ്റ്റൻസ് ബസ്സിനല്ല, ഇവിടുന്ന് നാസിക് വരെ ബസ്സിനും അവിടുന്ന് നമ്മുടെ ഹിങ്കോളി ഡെക്കാൻ മുംബൈ CSMT ജനശതാബ്ദി എക്സ്പ്രസ്സിനാണ് ബാക്കി യാത്ര. ഞാനിപ്പോൾ നമ്മുടെ ബസ് കാത്തു നിൽക്കുകയാണ്. ഇവിടെ നാസിക്കിലേക്ക് വന്ന ഇലക്ട്രിക് ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 8:15 സമയം ഇപ്പോൾ 8:05 ആയിട്ടുള്ളൂ. ഇനി 10 മിനിറ്റ് കൊണ്ട് ബസ് വരാൻ. ഒരു സമയത്ത് വരും എങ്ങനെ ഉണ്ടാകുന്നില്ല. ബസ്സിൻ്റെ ഒരു ചെറിയ റിവ്യൂ കൂടി ഞാൻ ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ആണ് ഈ ശിവായി നമുക്ക് പോകാനുള്ള വണ്ടിയാണ്. നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. താരക്പൂർ ഡിപ്പോൻ്റെ താരക്പൂർ നാസിക് ബസ്സാണ്. ഇലക്ട്രിക് ബസ്സാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിലോട്ടൊന്ന് കയറാം. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. ആദ്യമായിട്ട് ഇലക്ട്രിക് ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 100% ഇലക്ട്രിക് വണ്ടിയാണ്. ഒളക്ട്രയുടെ വണ്ടിയാണ്. 8:15 പോകേണ്ട വണ്ടിയായിരുന്നു. സമയം ഇപ്പോൾ 9:01. വണ്ടി ഇതുവരെ പോയിട്ടില്ല. വണ്ടി വന്നത് തന്നെ ഒരു 5 മിനിറ്റ് മുമ്പാണ്. ബാക്കിൽ ഒരു ഇലക്ട്രിക് ബസ്സും ഉണ്ട്. അത് നാസിക്കിലേക്ക് തന്നെയുള്ളത്. അത് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ബസ്സാണ്. അത് പക്ഷേ റെഗുലർ റിസർവേഷനിൽ അത് നിർത്തി പോകുന്ന വണ്ടിയാണ്. റിസർവേഷനുള്ള സർവീസാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നല്ല ഡ്രൈവിംഗ് സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് സംഭവം കാണാൻ. ഡ്രൈവറുടെ സീറ്റും ഓട്ടോമാറ്റിക്കാണ് ഒബ്വിയസ്ലി. അടിപൊളിയായിട്ടുണ്ട്. ലെഗ് റൂമൊക്കെ ഉണ്ട്. വലിയ ലെഗ് റൂമൊന്നുമില്ല. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര ലെഗ് റൂമൊന്നുമില്ല. സീറ്റിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആണ്. സീറ്റ് കുഴപ്പമില്ല, പക്ഷേ ലെഗ് റൂം വളരെ മോശം. മുന്നിൽ രീതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നല്ല കാലം ഓൾമോസ്റ്റ് ഇടിച്ചായിരിക്കുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. 9:13 1 മണിക്കൂർ ലേറ്റായിട്ട് പുറപ്പെടുകയാണ് വണ്ടി. ഇപ്പം ഇതിന് ഫുൾ റൈഡ് വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഇത്തിരിയേ ഉള്ളൂ. കഴിഞ്ഞു. ഇനിയിപ്പോൾ നാസിക് എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ അവിടെ നല്ല ട്രെയിനാണ് ബാക്കി വീഡിയോയിൽ. നിങ്ങൾക്ക് ബസ് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ട്രെയിൻ വീഡിയോയിലേക്ക് കയറാനുള്ള ഡീറ്റെയിൽസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരെ അതിൽ കണക്ട് ചെയ്യാം. മറ്റേ ബാരിയർ ഫ്രീ ടോൾ ഗേറ്റാണ്, പക്ഷെ ബാരിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൗണ്ടേഴ്സ് ഒന്നുമില്ല. ഉണ്ടോ? ഫാസ്ടാഗ് മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്ര കൂടെ യാത്ര നമ്മൾ ബസ്സിലായാലും ട്രെയിനിലായാലും ഈ സാധനം ഉറപ്പായിട്ട് വന്നിരിക്കും. AC ബസ്സൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് എല്ലാ സ്റ്റാൻഡിൽ കയറുന്ന സമയത്തും ഇവർ കയറുന്നുണ്ട്. വെൻഡേഴ്സ് കയറുന്നുണ്ട്. വെൻഡേഴ്സ് കയറി നമുക്ക് സുഖമായിട്ട് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. ഫുഡിനൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നാസിക്കിലേക്ക് എത്താറായി. ഏറെക്കുറെ നാസിക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഇതാണെന്ന് തോന്നുന്നു. ടോൾ ഗേറ്റാണെന്ന് തോന്നുന്നു. ഒരു 80 km/h സ്പീഡൊക്കെ വെച്ച് ഓടുന്നുണ്ട്. അത്യാവശ്യം നല്ല വരവാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ആണ്. റാഷല്ല. അപ്പോൾ അങ്ങനെ നാസിക് റോഡിൽ നമ്മളെത്തി. നാസിക് റോഡിലെത്തി. ഇനി സ്റ്റേഷനോട്ടാണ്. ലെഫ്റ്റോട്ടാണെന്ന് സ്റ്റേഷനായി കഴിഞ്ഞു. നമ്മളെ വിട്ടിട്ട് നമ്മുടെ ബസ് ഇപ്പോൾ പോകുന്നേ ഉള്ളൂ, പോയിട്ടില്ല. ഇതാണ് നാസിക് റോഡ്. ഫ്ലൈ ഓവറിന് താഴെ ഒരു വണ്ടി കൊണ്ട് നിർത്തുക. ഇതാണ് നമ്മൾ വന്ന വണ്ടി. നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ. സൂപ്പർ ഡ്രൈവിംഗ് ആയിരുന്നു. അങ്ങനെ നാസിക് റോഡിലെ ഫ്ലൈ ഓവർ. ഇതിന് താഴെയാണ് ബസ്സുകൾ വന്നിരിക്കുന്നത്. അടുത്ത ബസ് വന്നു. അത് എവിടെ നിന്നുള്ളതല്ല, അതും വന്നു. അത് ഇലക്ട്രിക് ബസ് തന്നെയാണ്. ബ്യൂട്ടിഫുൾ. ഈ റോഡ്, ഈ ലെഫ്റ്റ് റോഡിലെ റോഡ് നേരെ വഴി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നടക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 1/2 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നടന്നു വരാൻ. വഴി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. പ്രദേശം ഫുള്ള് തിരക്കാണ്. നമ്മളിനി പോകാൻ പോകുന്നത് ഇത് കാണുന്ന 12072 ഹിങ്കോളി മുംബൈ CSMT ജനശതാബ്ദി എക്സ്പ്രസ് 12:42 പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നതാണ്. ഇതാണ് സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ്. ഇതാണെന്ന് തോന്നുന്നു. അവിടെ ആണ് സ്റ്റേഷൻ ബിൽഡിങ്. ആണ് സ്റ്റേഷൻ.
ഇങ്ങേറ്റത്തെ ബുക്കിംഗ് ഓഫീസ്. ഇതാണ് സ്റ്റേഷൻ. വലിയ ഭംഗിയുള്ള സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്നും അല്ല. ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മളങ്ങനെ നാസിക് റോഡ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 2, 3 3ലാണ് നമ്മുടെ ട്രെയിൻ വരിക. ഇനിമേൽ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് ഒരു വാപ്സൺ ഹാളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഞാൻ എത്തി അല്പസമയത്തിനുള്ളിലാണ് വന്നത്. ഞാൻ എത്തി ജസ്റ്റ് വെള്ളമൊക്കെ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചിരുന്നു, അത്രേ ഉള്ളൂ. കാൺപൂർ ഷെഡിൻ്റെ 37125 ആണ് ലോക്കോ. പുഷ്പക് എക്സ്പ്രസ് ആണ് ഗോമതി നഗറിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്ന പ്ലാറ്റ്ഫോം നമ്പർ 3. തൊട്ടപ്പുറത്തുള്ള പ്ലാറ്റ്ഫോം 4നും അതിനിടയ്ക്കുള്ള ലൈനിലായിട്ട് എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം 3ലേക്ക് ഒരു ഭുവനേശ്വർ മുംബൈ എക്സ്പ്രസ് കയറി വരുന്നതുണ്ട്. വിശാഖപട്ടണം ഷെഡിൻ്റെ 39373. ഭുവനേശ്വർ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ്. മീൻവെൽ നമ്മുടെ ഭുവനേശ്വർ ലോക്മാന്യ തിലക് ടെർമിനസ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോം 2ലേക്ക് വേറൊരു വാപ്പ് 4 ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. മുസാവൽ ഷെഡിൻ്റെ 22759 ആണ് ട്രെയിൻ ലോക്കോ. ഈ വരുന്ന മഡ്ഗാവ് നാഗ്പൂർ എക്സ്പ്രസ് ആണ്. കഴിഞ്ഞിടയ്ക്ക് റെഗുലറൈസ് ചെയ്ത വണ്ടിയാണിത്. മീൻവെൽ ഇവിടെ അടുത്ത വണ്ടി വന്നു. 30396 ആണ് ലോക്കോ. സാക്കേത് എക്സ്പ്രസ് അയോധ്യ ലോക്മാന്യ തിലക് ടെർമിനസ്. ബർദ്വാൻ ഷെഡിൻ്റെ ഒരു വാഗ് 7 ആയിരുന്നു. കണ്ടെയ്നർ ട്രെയിനാണ്. അപ്പോൾ എന്നാൽ നമുക്ക് പതുക്കെ നമ്മുടെ കോച്ച് വന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ ചെറിയ തണലുണ്ട്. അവിടെ പോയിരിക്കും. നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. സൊമാറ്റോ ഒന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഈ ഷെൽട്ടറിന് തൊട്ടപ്പുറത്തായിട്ട് വരും. അപ്പോൾ ആ വരുന്നതാണ് നമ്മുടെ വണ്ടി. കയറി വരുന്നുണ്ട്. ഈ ബോംബെയിലുള്ള ആൾക്കാരൊരു ഫണ്ണാണ് ഈ അറ്റത്ത് കയറി നിൽക്കുക എന്ന് പറയുന്നത്. അജ്നി ഷെഡിന് 37012 ആണ് ലോക്കോ. പഞ്ച്വട്ടി എക്സ്പ്രസ് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണിത്. ഇതാണ് നമ്മുടെ കോച്ച്. ഇത് സീറ്റ് നമ്പർ 20, 21, 22. ഇതാണ് നമ്മുടെ കോച്ച്. 20, 21, 22. അതിന് ആൾക്കാർ ഇറങ്ങിയിട്ടിരുന്നില്ലത്. അങ്ങനെ 12:55 നാസിക് റോഡിൽ നിന്ന് പുറപ്പെട്ടു. വണ്ടി ഏകദേശം ഒരു 10 മിനിറ്റ് ലേറ്റാണ്. ഞാൻ ഇവിടുന്ന് വിട്ട് കുറച്ചധികം ബ്രേക്ക് എടുക്കുക. ഞാൻ ഏകദേശം ഇഗത്പുരി എത്തി ഘാട്ട് സെക്ഷൻ കവർ ചെയ്യാൻ ഡോറിലേക്ക് വരുള്ളൂ കേട്ടോ. മറ്റതും കൊണ്ടല്ല, ഒന്ന് സെറ്റിലാവണം. സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ വേഗമാണ്. ഇതാണ് മറ്റേ നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണിത്. ഇവിടെ പ്രസ് ചെയ്യുന്ന നമ്മുടെ കറൻസി നോട്ട് കൊണ്ടുപോകാനുള്ള കോച്ചാണിത്. ഇപ്പുറത്തും അങ്ങനത്തെ കോച്ചുകളുണ്ട് കേട്ടോ.
ഇതൊക്കെ ഹൈ വാല്യൂ നമ്മുടെ കറൻസി നോട്ട് കോയിനൊക്കെ കൊണ്ടുപോകുന്നതാണ്. മൊബൈൽ ട്രെയിനിങ് കാർ. അങ്ങനെ നമ്മൾ നാസിക്കിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ട്രെയിൻ ഏറെക്കുറെ ഫുള്ളാണ്. നമ്മുടെ കോച്ച് ഏറെക്കുറെ ഫുള്ളാണ്. അവരുടെ ഒന്നും ഒറ്റയൊക്കെ സീറ്റ് കാലി ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി എല്ലാ ഫുള്ളാണ്. നമ്മൾ 3 സീറ്ററിലാണ്. നമ്മൾ ജസ്റ്റ് ബാക്ക്വേർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. നാസിക് വിട്ടപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാനായിരുന്നു. ലഞ്ച് ഹോട്ടലിൽ നിന്ന് മേടിച്ച ഫുഡായിരുന്നു. അതുകൊണ്ട് ഞാനത് റിവ്യൂ ചെയ്തില്ല. നമ്മളിപ്പോൾ ഏകദേശം ഇഗത്പുരി സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇഗത്പുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാണ്. ഇഗത്പുരി മുതലാണ് ഘാട്ട് സെക്ഷൻ തുടങ്ങുന്നത്. ഇഗത്പുരിയിൽ എന്തായാലും ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുംബൈ ഡിവിഷൻ്റെ ക്രൂ ആണ് സാധാരണ ഇതിൽ വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇഗത്പുരിയിൽ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട്. ഇഗത്പുരി കഴിയുമ്പോൾ നമ്മൾ തൽഘാട്ട്സിലേക്ക് കയറും. ഇവിടെ അംബേദ്കറിൻ്റെ ഒരു പ്രതിമ, ഒരു എന്തോ ഒരു മൊണാസ്ട്രി പോലൊരു സാധനമുണ്ട് കണ്ടോ. നിങ്ങൾ നമ്മൾ ഇഗത്പുരി സ്റ്റേഷനിലേക്ക് കയറി. ब्रह्मगिरी देवरिया सदर के रास्ते गोरखपुर को जाने वाली कुछ ही समय में प्लेटफॉर्म क्रमांक 1 पर आ रही है. ഗോദാൻ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട്. एक मिनट बॉस बॉस एक मिनट. നല്ല പഴമുണ്ട് ഇവിടെ. ഇവിടെ ജാമൂൻ കിട്ടും. ജാമൂൻ ഇവരുടെ അടുത്തൊക്കെ ജാമൂൻ ഉണ്ട്. പറയുന്നത് മറ്റേ ഞാവൽപ്പഴം. അതാണ് ഈ നോക്കാറൻ മേടിക്കാം. നമ്മുടെ ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ടർ. എന്നാൽ നമുക്ക് സിഗ്നലൊന്നും ആയിട്ടില്ല. മീൻമേൽ അപ്പുറത്തെ സൈഡിൽ ഗോദാൻ എക്സ്പ്രസ് കയറി വന്നു. അത് കയറി വരുന്നത് എനിക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ ആ സമയത്തൊന്ന് ഉള്ളിലേക്ക് പോയിരിക്കായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ജാമുൻ അഥവാ ഞാവൽപ്പഴം അവൈലബിൾ ആണ്. അതാ ഈ ഇരിക്കുന്ന സ്ത്രീഡായിലിരിക്കുന്ന ഞാവൽപ്പഴമാണ്. 20 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. നല്ല ഞാവൽപ്പഴമാണ്. ഞാനിപ്പോൾ കുറച്ച് മേടിച്ച് കഴിച്ചായിരുന്നു. സൂപ്പർ സംഭവമാണത്. കാരണം ഇതാണ് സാധനം. സൂപ്പർ സംഭവമാണ്. ഇപ്പോഴത്തെ സൈഡിലായിട്ടൊരു ട്വിൻ WAG7 പഴയ WKM3s ഒരു ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറത്ത് കിടക്കുന്ന WAG7s എല്ലാം ഇതാണ് നമ്മുടെ ബാങ്കർ ലോക്കോസാണ്. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് സ്കെഡ്യൂൾ എത്തിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമയമായി, പക്ഷേ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല. മീൻവെൽ ഓപ്പോസിറ്റ് സൈഡിലൊരു പട്ന സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. പട്ന എന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. സുവിധ എക്സ്പ്രസ് ആണ് പട്ന CSMT. CSMT പട്നയിലേക്ക് പോകുന്നു.
തിരക്കൊന്നുമില്ല കേട്ടോ, വണ്ടി കാലിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ബീഹാർ വണ്ടിയുള്ള അവസ്ഥയൊന്നും അല്ല. അങ്ങനെ ഫൈനലി 1:57 നമുക്ക് സ്റ്റാർട്ടറായി. അങ്ങനെ ഫൈനലി 1:57 നമ്മൾ ഇഗത്പുരിയിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. മുംബൈ ഡിവിഷൻ്റെ ക്രൂ കയറി ഇവിടുന്ന്. ഇത്രയും നേരം ഓപ്പറേറ്റ് ചെയ്ത ഭുസാവൽ ഡിവിഷൻ ക്രൂ ആയിരുന്നു. മുംബൈ ഡിവിഷൻ ക്രൂ കയറി. അപ്പോൾ നമ്മളങ്ങനെ ഇഗത്പുരി സ്റ്റേഷനോട് വിട പറഞ്ഞ് നമ്മുടെ തൽഘാട്ട് സെക്ഷൻ ഇറങ്ങാൻ തുടങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് കസാര വരെ തൽഘാട്ടാണ്. നമ്മുടെ മുംബൈ പോകുന്ന സെക്ഷനിലുള്ള ബോർഘാട്ട് പോലെ തന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഘാട്ടാണ്. 1:37 ഗ്രേഡിയൻറ്റിലൊരു ഘാട്ട് സെക്ഷനാണ്. ഈ ഘാട്ട് സെക്ഷനിലും മല കയറുന്ന എല്ലാ ട്രെയിനുകൾക്കും ബാങ്കർ ലോക്കോ നിർബന്ധമാണ്. ഇപ്പോൾ ഈ വന്ന പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ബാങ്കർ ലോക്കോസാണ് പുറകെ നിൽക്കുന്നത്. അപ്പുറത്ത് ഗോദാനെ കൊണ്ടുവന്ന ബാങ്കർ ലോക്കോസ് ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഗോദാൻ പോയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇതുപോലെ 2 അല്ലെങ്കിൽ 3 WAG7 ലോക്കോസ് ഉള്ള മൾട്ടിപ്പിൾ യൂണിറ്റ് കൺസിസ്റ്റുകളാണ് ബാങ്കർ ലോക്കോസായിട്ട് വർക്ക് ചെയ്യുന്നത്. മല ഇറങ്ങിപ്പോകുന്ന ഫ്രൈറ്റ് ലോക്കോസിന് ബ്രേക്കർ ലോക്കോസ് കമ്പൽസറിയാണ്. അപ്പോൾ നമ്മളങ്ങനെ മല ഇറങ്ങുകയാണ്. നമ്മൾ ഏത് ലൈനിലാണ് പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ ആക്ച്വലി മല ഇറങ്ങുമ്പോൾ 3 ലൈനുണ്ട്. മല കയറി വരുന്ന ഡൗൺ ലൈന്, പിന്നെ ഒരു ബൈ ഡയറക്ഷണൽ മിഡ് ലൈനും, പിന്നെ മല ഇറങ്ങിപ്പോകുന്ന അപ്പ് ലൈനും. ഇതും ബാങ്കർ ലോക്കോയാണ്. ഈ ലോക്കോസൊക്കെ ഈ സെക്ഷനിൽ കിടന്ന് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അടിക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ. അതല്ലാണ്ട് ഇവരെ ലോങ് ഡിസ്റ്റൻസ് ഒന്നും വിടുകയൊന്നുമില്ല. നമ്മൾ സാധാരണഗതിയിലുള്ള ട്രെയിനുകൾ താഴോട്ട് പോകുന്ന അപ്പ് ലൈനിലാണെന്ന് തോന്നുന്നു. അത് കുറേ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതാണ്. കസാരഘാട്ട് എന്ന് പറയുന്നത് ബോർഘാട്ടിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് ആർഡസ് ഘാട്ടാന്നാണ് പറയുന്നത്. പക്ഷേ ഇതായിരുന്നു എൻ്റെ അറിവിൽ ആദ്യം വന്ന ഘാട്ട്, പിന്നെയാണ് ബോർ വന്നത്. ഈ സ്ട്രെച്ച് മഴക്കാലത്ത് വന്നാൽ കാണാൻ അടിപൊളിയാണ്. ഞാൻ മഴക്കാലത്ത് ഇതുവഴി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു വീഡിയോ ചെയ്യുന്നത്. 2025 അല്ല 24 തോന്നുന്നു വീഡിയോ ചെയ്തത്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അന്ന് ജബൽപൂർ ഗരീബ് രഥ് എക്സ്പ്രസ്സിനായിരുന്നു ഘാട്ട് കയറിയത്. അയ്യോ, പച്ചപ്പെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പച്ചപ്പാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഡൗൺ ലൈൻ വേറെ അലൈൻമെൻറ്റ് വഴിയാണ് പോകുന്നത്. നമ്മുടെ ഈ 2 ലൈനുകളും മറ്റൊരു അലൈൻമെൻറ്റാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് TGR1 നിർത്തിയിരിക്കുകയാണ്. ഇത് 3 ആയിരുന്നു, സോറി. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ക്യാബിനാണ്. ഈ സിഗ്നൽ ട്രെയിൻ വന്ന് നിൽക്കണം. ഈ സിഗ്നൽ ട്രെയിൻ വന്ന് നിന്ന് ബ്രേക്ക് കൊണ്ടുവന്ന് തെളിയിച്ചാൽ മാത്രമേ ഇത് കടന്നു പോകാനുള്ള സിഗ്നൽ അവർ കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് മല ഇറങ്ങാനുള്ള സിഗ്നലായിട്ടുണ്ട്. സിഗ്നൽ ഫ്ലാഷ് ചെയ്യുന്ന കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒരു പച്ച ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു TGR1 തൽഘാട്ടിലത്തെ ഫസ്റ്റ് ബ്രേക്ക് ടെസ്റ്റ് ഹോൾട്ട്. ഇതിനൊരു ചെറിയ ബ്രേക്ക് ഇതുണ്ട്, മറ്റേ ക്യാറ്റ് സൈഡിങ് ഉണ്ട്. ഈ കണ്ടോ, ഈ പോകുന്നതാണ് ക്യാറ്റ് സൈഡിങ്. ട്രെയിനിന് ബ്രേക്ക് കിട്ടിയില്ലാന്ന് നേരെ ഇതിലോട്ടം കയറ്റി വിടും. കയറ്റം കയറുമ്പോൾ ട്രെയിൻ ഓട്ടോമാറ്റിക്കലി നിന്നോളും. ഇവിടെയൊക്കെ നല്ല ചൂടുണ്ട്.
നമ്മുടെ നാട്ടിലൊന്നും മഴയൊക്കെ പെയ്തൊന്നും തണുത്തായിരുന്നു. അങ്ങോട്ട് മഴയൊന്നും പെയ്യുന്നില്ല, നല്ല ചൂടാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാലം പോലത്തെ മൾട്ടിപ്പിൾ പാലങ്ങളുണ്ട് ഈ റൂട്ടിൽ. ഇങ്ങനത്തെ നല്ല പൊക്കമുള്ള വയഡക്റ്റുകൾ. നമ്മളൊരു ടണലിൽ കൂടെ പോവും. മിഡ് ലൈൻ ടണലില്ലാണ്ട് വരും. അപ്പ് ലൈൻ്റെ അപ്പുറത്തെ മല കൂടെ പോയി, സോറി ഡൗൺ ലൈൻ അപ്പുറത്തെ മല കൂടെ പോയി. നമ്മളാണ് അപ്പ് ലൈൻ. ഡൗൺ ലൈൻ അപ്പുറത്തെ മല കൂടെ പോയി. എന്താ കഥയല്ലേ, 110 മീറ്ററേ ഉള്ളൂ, വലിയ ടണലൊന്നുമല്ല. അടുത്ത ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ട് എത്തി. നമ്മളൊരു ടണലിന് ജസ്റ്റ് പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ട. ഇതാണ് നമ്മൾ നിർത്തിയ ടണൽ. നല്ല ഭംഗിയുണ്ടല്ലേ, ടണലാണ് നമ്മൾ നിർത്തിയത്. നമുക്കിനി ഇപ്പുറത്തോട്ടാണ് സിഗ്നൽ കിട്ടേണ്ടത്. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. അവിടെ നമുക്ക് ഹോം സിഗ്നലിൻ്റെ ഇതൊക്കെ കാണാം, ബോർഡൊക്കെ കാണാം. വാവ് അതെ, അപ്പോഴത്തെ കൂടെ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് പോകുന്നു. LTT സഹർസ അമൃത് ഭാരത് ആയിരിക്കണത്. അമൃത് ഭാരതിന് ബാങ്കർ ആവശ്യമില്ല, കാരണം ബാക്കിൽ ലോക്കം ഉണ്ടല്ലോ. ഈ റൂട്ടിൽ ബാങ്കറിലാണ്ട് പോകാൻ പറ്റുന്ന അല്ല, അമൃത് ഭാരതിനും ബാങ്കറുണ്ട്. ഈ റൂട്ടിൽ വന്ദേ ഭാരത് മാത്രമല്ലോ ബാങ്കറിലാണ്ട് പോകുന്നത്. ഞാൻ വെച്ചാൽ അമൃത് ഭാരത് ബാക്കിൽ ലോക്കം ഉള്ളതുകൊണ്ട് ബാങ്കർ വേണ്ടെന്ന്. അല്ല, അവരും ബാങ്കർ വേണം. അപ്പോൾ നമ്മൾ TGR2 കഴിഞ്ഞു. TGR2 സെക്കൻഡ് ബ്രേക്ക് ടെസ്റ്റ് ഹോൾട്ട് എന്നത് കഴിഞ്ഞു. TGR2 ഹോമിൽ കുറേ നേരം കിടന്നായിരുന്നു.
TGR2 കുറേ നേരം കിടന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ ഒന്ന് ഉള്ളിലേക്ക് പോയതാണ്. ഉള്ളിലേക്ക് പോയപ്പോൾ കറക്റ്റായി ട്രെയിൻ TGR2 ക്യാബിൻ കടന്നുപോയി. പിന്നെ കുറച്ച് നേരം കൊണ്ട് റെസ്റ്റ് എടുത്ത് ഞാൻ ഡോറിലേക്ക് വന്നുള്ളൂ. ഇതെന്താണോ സംഭവം? അപ്പോൾ എന്തായാലും അതിനകത്ത് സ്റ്റാഫിന് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഇത് അങ്ങ് ദൂരെ ജീവനക്കാരൻ നിൽക്കുന്നുണ്ടോ ട്രാക്കിൽ? അതാണ് നമ്മുടെ ട്രാക്ക്. TGR1 മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. TGR2 ഒരുപാട് നേരം നമ്മൾ കടന്നു. TGR3 ഒന്ന് കിടക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ വണ്ടിയുടെ ഒരു ഹോണ്ടി കേൾക്കാം. ഓപ്പോസിറ്റ് ലൈനിലൊരു വാപ്സ് ആൻഡ് ഹോണ്ടി ട്രെയിൻ വരുന്നുണ്ട്. അത് മിക്കവാറും നമ്മുടെ പേരൻറ് ട്രെയിൻ ആയിരിക്കണം. അതായത് മുംബൈ CSMTയിൽ നിന്നും ഹെങ്കോളിയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്. കല്യാൺ ഷെഡിൻ്റെ 37488 ആണ് ലോക്കോ. നമ്മുടെ പാരന്റ് ട്രെയിനാണ്. മുംബൈ CSMT ഹിങ്കോളി ജനശതാബ്ദി എക്സ്പ്രസ്. ഈ ട്രെയിൻ 2 റേക്ക് ഉപയോഗിച്ച് ഓടുന്നത്. അങ്ങനെ TGR3 നിന്ന് നമ്മൾ പുറപ്പെട്ടു. TGR3യുടെയും ഇവിടെ കാറ്റ് സൈഡിങ് റൈറ്റ് സൈഡിലുണ്ട്. ക്യാബിൻ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ. കാണുന്നതാണ് TGR3 ക്യാബിൻ. നമുക്കുള്ള കാറ്റ് സൈഡിങ് ഇവിടെയാണ്.
കല്യാണ്ട 40423 CSMT ധുളെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണത്. നമ്മളങ്ങനെ ഏകദേശം കസാര സ്റ്റേഷൻ എടുത്തെത്താറായി. കസാര എത്തുന്നതോടുകൂടി ഘാട്ട് സെക്ഷൻ കഴിയും നമ്മൾ മുംബൈ സബർബൻ സെക്ഷനിലേക്ക് കയറും. നമ്മൾ ഇഗത്പൂരിൽ വെച്ച് നമ്മൾ മുംബൈ ഡിവിഷനിലേക്ക് കയറിയായിരുന്നു കേട്ടോ. റോത്താണ്ട പുൽ. നല്ല വാലി വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ ജസ്റ്റ് കസാര സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവിടെ ഗോമു ഷെഡിൻ്റെ 30780 കിടക്കുന്നു. നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സുമായിട്ട് എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള. നമുക്ക് അത്യാവശ്യം സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മംഗള എക്സ്പ്രസ്സിൻ്റെ റേക്കിൽ SR പോയിട്ട് IR ആയി, ഭാരേ ആയി. നമ്മളങ്ങനെ കസാരയിലെത്തി. മംഗള ലക്ഷദ്വീപിനുള്ള ബാംഗ്ലൂരിലേക്ക് ജസ്റ്റ് വരുന്നതാണ്. ഇതാണ് കസാര സ്റ്റേഷൻ. ഈ കിടക്കുന്നതാണ് മംഗള. ഇതാണ് നമ്മുടെ കൊച്ചു C2. മംഗളകളെ ബാംഗ്ലൂർ ലോക്കോസ് അവിടെ പുറത്ത് റെഡിയായി നിൽക്കേണ്ടത്. ഇപ്പോൾ അകത്തോട്ട് ഇതാ വരുന്നുണ്ട് ബാംഗ്ലൂർ ലോക്കോസ്. ഈ ബാംഗ്ലൂർ ലോക്കോസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സീനിയർ ക്രൂ കേട്ടോ. അല്ലാണ്ട് ജൂനിയർ സ്റ്റാഫ്, ട്രെയിനിങ് സ്റ്റാഫിനൊന്നും വിടുവില്ല. ഈ റൂട്ട് വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ സീനിയേഴ്സിനെ കുറച്ച് പേര് ട്രെയിനീസ് ആയിട്ട് വിടും. അതല്ലെങ്കിൽ ബാങ്കേഴ്സ് വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ സീനിയർ ക്രൂ ആണ്. അങ്ങനെ നമ്മൾ കസാര വിട്ടു. ഇനി മുന്നേ നമ്മുടെ ബോംബെ സബർബൻ സെക്ഷനാണ്. ഈ ലോക്കൽ ട്രെയിനുകളൊക്കെ കാണാൻ പറ്റും.
സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടും ട്രിപ്പിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ലൈൻ ട്രിപ്പിളിങ്ങിൻ്റെ. ഈ സ്ഥലമൊക്കെ ശരിക്കും മഴക്കാലത്ത് വരണം കേട്ടോ, ഭംഗി വേറെ ലെവലാണ്. ഇപ്പോൾ ചൂട് കാരണം വരണ്ട് നിൽക്കുകയാണ്, എന്നിട്ടും കുറേയൊക്കെ പച്ചപ്പുണ്ട് കണ്ടില്ലേ. ഓൺബോർഡ് ഹൗസ് കീപ്പിംഗ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോയ്ലറ്റിൻ്റെ അവസ്ഥ ദുരന്തം കേട്ടോ, അതായത് മെയിൻ്റനൻസ് മോശമാണ്, ക്ലീനിങ് മോശമാണ്. സ്റ്റേഷൻ ഞാൻ കാണിച്ചത്. നമ്മൾ കാത്തിരുന്ന ക്രോസിംഗ് എത്തി. മുംബൈ CSMT നാൻഡേഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. ഇനി കുറച്ച് നേരം ബ്രേക്ക് എടുക്കണം, നല്ല ചൂടായി പുറത്ത്, നല്ല കാറ്റും. അടിപൊളി ചൂടാണ്. നമ്മൾ ജസ്റ്റ് കല്യാണിലേക്ക് എടുക്കുന്നു. കസറ വിട്ട് വന്ദേ ഭാരതിൻ്റെ ക്രോസിങ് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇരുന്ന് ഉറങ്ങി. അതിനിടയ്ക്ക് നമ്മൾ 2 എക്സ്പ്രസ് ട്രെയിനിനെ ക്രോസ് ചെയ്ത്, ഞാൻ ബോധമുള്ള സമയത്ത് 2 എക്സ്പ്രസ് ട്രെയിനെ ക്രോസ് ചെയ്തായിരുന്നു. കല്യാണം തൊട്ടുമ്പോൾ സ്റ്റേഷൻ ഷഹാഡ് സെറ്റ്.
റൈറ്റ് സൈഡിൽ ഭയങ്കര വെയിലും ഇതും. നമ്മൾ ആ സൈഡിൽ നിന്ന് വരെ നമുക്ക് ഈ സൈഡിൽ നിന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ സൈഡിലാണ് കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഈ സൈഡ് കണ്ടേക്കാം. എന്തായാലും പ്ലാറ്റ്ഫോം എൻട്രി നമുക്ക് പറയാൻ പറ്റുമോ ഏത് പ്ലാറ്റ്ഫോം പോയി കയറുന്നത്. നമ്മുടെ ഭാഗ്യത്തിനെങ്ങാനും ഇപ്പോഴത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമിലാണെങ്കിലോ പോയി കയറുന്നത്. എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. പിന്നെ കല്യാൺ ഹോം സിഗ്നൽ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മതിലാണ് കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. ഒരു ഡോർ ഓക്യുപ്പൈഡ് ആണ്. തിരക്കിനിടയിൽ കൂടെ ഞാൻ അപ്പുറത്തോട്ട് പോയത്. അതാണ് കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഈ കാണുന്ന ലൈന് ഒരു എന്താ പറയുക, ബൈപ്പാസ് ലൈനല്ല, ഇത് ഫ്രൈറ്റ് യാർഡിലേക്ക് പോകുന്ന ഒരു ലൈനാണ്. അതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് കല്യാൺ. ഈ ലെഫ്റ്റോട്ടുള്ള ലൈൻ അങ്ങനെ പോയിട്ട് മറ്റേ പുണെ സൈഡിലുള്ള ലൈനിൻ്റെ മുകളിൽ കൂടെ പോയി അത് അങ്ങനെ യാർഡിൽ പോയി കയറും. ഇതാണ് പുണെ സൈഡിൽ നിന്ന് വരുന്ന ലൈൻസ്. നമ്മൾ 16332 വന്നപ്പോൾ നമ്മൾ ഇതുവഴിയായിരുന്നു വന്നത്. ഇതുവഴി വന്നിട്ട് അങ്ങനെ പുണെ കല്യാൺ സ്റ്റേഷനോട് കയറിയായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണേണ്ട നല്ല അടിപൊളി വീഡിയോ വരുന്നത്. നമ്മൾ 3 പാർട്ട് സീരീസിൽ ചെയ്തൊരു വീഡിയോ വരുന്നത്. നമ്മളങ്ങനെ കല്യാൺ ജംഗ്ഷൻ സ്റ്റേഷനോട് കയറണം. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലായിരിക്കും മിക്കവാറും. അതെ, റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം കാണാം. ഒരുപാട് പേര് ഇറങ്ങാനുണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ കല്യാൺ പ്ലാറ്റ്ഫോം 5ലേക്കാണ് എത്തുന്നത്. ഇത് പ്ലാറ്റ്ഫോം 6 ആണ്. അവിടെ നിന്ന് കർജത്തിലേക്കുള്ള ഒരു ഫാസ്റ്റ് ലോക്കൽ പുറം. ഇനി ഫാസ്റ്റ് ഇനി അവിടെ എല്ലാ സെഷനും നിർത്തും. അവിടെ വരെയായിരുന്നു ഫാസ്റ്റ്. നമ്മൾ കല്യാണം വരുമ്പോൾ സമയം 4:06. വെള്ളമെല്ലാം കിട്ടാൻ നോക്കാൻ വേണ്ടി കട ഉണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. തൊട്ടടുത്ത് കടയൊന്നുമില്ല. അപ്പോൾ ഞാൻ റിസ്ക് എടുത്ത് പുറകോട്ട് സേവാഗ്രാം എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ഇതാണ് കല്യാൺ ജംഗ്ഷൻ. അങ്ങനെ കല്യാണിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഫാസ്റ്റ് ലൈൻ വഴിയാണ് പോവുക. നമുക്ക് ഇവിടെ നിന്ന് റീറൂട്ടിംഗ് ഒന്നും തന്നിട്ടില്ല. നമ്മൾ ഫാസ്റ്റ് ലൈൻ വഴി പോലെ CSMT ട്രെയിനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നിൽക്കുന്നാവോ. അതാണ് കല്യാൺ ജംഗ്ഷൻ. കുർലി സ്റ്റേഷനാണ്.
അപ്പർ സ്റ്റേഷൻ. അല്പം മുമ്പിലായിട്ട് നമ്മൾ മറ്റേ ലൈന് ക്രോസ് ചെയ്തായിരുന്നു. നമ്മുടെ പൻവേൽ സൈഡിലോട്ട് പോകുന്ന ലൈനുകളുടെ കോംപ്ലക്സ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ 16332 വീഡിയോയിൽ. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദിവാ സ്റ്റേഷൻ വഴിയുടെ റൺ ത്രൂ. നമ്മൾ ദിവേന നമ്മൾ പഴയ അലൈൻമെൻറ്റ് വഴിയാണ് പോകുന്നത്. പഴയ സ്ലോ അലൈൻമെൻറ്റ് വഴി, ക്ലാസിക് ടണൽ വഴിയല്ല. നമ്മൾ മുമ്പറായ കൾവ അങ്ങനെ പോകും. സാധാരണ അപ്പുറത്തെ സൈഡിൽ ഏതൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കയറി നമ്മൾ മുമ്പറ കൾവ അങ്ങനെ പോയിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് പഴയ സ്ലോ അലൈൻമെൻറ്റ്. ഇത് പഴയ സ്ലോ അലൈൻമെൻറ്റാണ്. റൈറ്റ് സൈഡിലുള്ളത് പുതിയ സ്ലോ അലൈൻമെൻറ്റാണ്. പുതിയതായിട്ട് സ്ലോ ലൈൻ ലേ ചെയ്തിട്ട് പഴയ സ്ലോ അലൈൻമെൻറ്റ് ഒരു പുതിയ ഫാസ്റ്റ് ലൈൻ ആക്കി. ഇത് രണ്ടും ശരിക്കും സബർബൻ കോറിഡോഴ്സാണ്. ഈ കല്യാണിൽ നിന്നും ഏകദേശം ഘാട്ട്കോപ്പർ വരെ കുർള വരെ 5th 6th ലൈൻ. അതിന് തെക്കോട്ട് 5th 6th ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിൻ ഈ സബർബൻ കോറിഡോർ കൂടെ കടത്തിവിട്ടിരിക്കുന്നത്. ഇതാണ് മുമ്പറ സ്റ്റേഷൻ. ഈ സ്ഥലത്തിന് ഇവിടുത്തെ ലോക്കലൈറ്റ്സ് വിളിക്കുന്നൊരു ഇരട്ടപ്പേരുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബോംബെ ജീവിതത്തിലുള്ള ആൾക്കാർക്ക് അതറിയാം. അവിടെ പുതിയ സ്റ്റേഷൻ ബോർഡുകൾ പെയിൻ്റ് അടിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ ഒരാളിന് പെയിൻറ്ററിന് എഴുതുന്നുണ്ട്. പല സ്റ്റേഷനിലും പുതിയ ബോർഡ്സാണ്. നമുക്ക് സിഗ്നൽ ഗ്രീനാണ്. എനിക്കൊന്ന് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സ്പീഡ് നല്ലോണം കുറച്ചു. ഇവിടെ സ്ലോ ലൈൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട്. മുമ്പറ ഫ്ലൈ ഓവറിന് ബോർഡ് ചെയ്തിട്ടുണ്ട്. സ്ലോ ലൈൻ ഒരു എലിവേറ്റഡ് അലൈൻമെൻറ്റ് വഴിയാണ് പോകുക. ഇവിടുന്ന് കുറച്ച് വരും. എലിവേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വയഡക്റ്റ് പോലെയാണത്. കാര്യം ഇവിടെ ഈ ഭൂമിക്ക് ലാൻഡിന് പ്രശ്നമുള്ളതുകൊണ്ട് അവരങ്ങനെ ഒരു പാലം പണിത സ്ലോ ലൈൻ അതുവഴി കൊണ്ടുപോയി. ഒന്ന് നാഷണൽ ഹൈവേ ആണിത്. ഇവിടെ ടണലിൻ്റെ പ്രദേശത്ത് ക്ലിയറൻസിൻ്റെ പ്രശ്നമുണ്ട്. ഭൂസാവലിന് 22964 ആണ്. മുംബൈ CSMT റേവ എക്സ്പ്രസ്. ഹൈവേ ആയിരുന്നു.
ഈ ഹൈവേനിടയിൽ കൂടെ ഇറങ്ങി വന്നു. നമ്മുടെ ലോക്കൽ ട്രെയിൻ സ്ലോ ലൈൻ അപ്പുറത്ത് കൂടെ പോകുന്ന കാണാൻ ഉണ്ടാവും. ഇനി അവൻ ഈ ഹൈവേ ക്രോസ് ചെയ്ത് വീണ്ടും നമ്മുടെ സൈഡിലേക്ക് വരും. ഈ റൈറ്റിൽ കാണുന്നത് കൽവ കാർ ഷെഡ്. EMU മെയിൻ്റനൻസ് കാർ ഷെഡാണ് കൽവ. ആണ് കൽവ സ്റ്റേഷൻ. എക്സ്ട്രീം ലൈനുണ്ട്, അത് കൽവ കാർഷെഡിൽ നിന്ന് വന്നതായിരുന്നു. നമ്മളങ്ങനെ ധാനയിലേക്ക് എടുക്കുന്നു. ഈ ട്രെയിനിൽ ധാനയിലെ പ്ലാറ്റ്ഫോം നമ്പർ 6 പോയി നിർത്തുക. പ്ലാറ്റ്ഫോം 6 എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. കാര്യം കോളേജ് കഴിഞ്ഞ് വന്ന് തിരിച്ചു പോകാൻ ലോക്കൽ ട്രെയിൻ പിടിച്ചിരുന്ന പ്ലാറ്റ്ഫോം 6 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്നാണ് കോളേജ് ഡേയ്സ്. ഈ ബസ് സ്റ്റാൻഡ്, ചേന്ദിനി കൊടിവാടിലെ ബസ് സ്റ്റാൻഡ്, അതൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളായിരുന്നു എനിക്ക്. പണ്ടിതൊരു ചെറിയ പ്ലാറ്റ്ഫോം ആയിരുന്നു പ്ലാറ്റ്ഫോം 6. ഇവിടെ ട്രെയിനിൽ ഡബിൾ ഹോൾട്ട് ആയിരുന്നു. ലോങ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നിർത്തുമായിരുന്നു ഇവിടെ. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ക്ലിയർഡ് ആണ്. സമയം 4:28. അപ്പോൾ നമ്മളങ്ങനെ ഥാനയിലെത്തി. ഇപ്പോൾ ആദ്യം താമസിച്ചത് നമ്മൾ CR രാജധാനിയെ ക്രോസ് ചെയ്യണം. CSMTയിൽ നിന്നും ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന സെൻട്രൽ റെയിൽവേ രാജധാനി നമ്മൾ ആദ്യം താമസിച്ചത് ക്രോസ് ചെയ്യും. ഇവിടെയും പ്ലാറ്റ്ഫോം ഷെൽട്ടറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് നിന്നത്. ഇവിടെ ഇപ്പോൾ സോലാപ്പൂരിലേക്കുള്ള വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് കോച്ച് പൊസിഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ കോച്ചിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാട്ടെ. കാര്യം ഈ വണ്ടികളൊക്കെ ഒരുവിധം ഥാനയൊക്കെ ആകുമ്പോഴേക്കും കാലിയാവും. അങ്ങനെയാണ് ഒരു പതിവ്. സ്റ്റാർട്ട് ഓൾറെഡി ക്ലിയർ ആണ്. അപ്പോൾ യാത്രക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി എടുത്തങ്ങ് പോകും. നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ കണ്ടായിരുന്നല്ലോ, ആ നേത്രാവതി എക്സ്പ്രസ് ആണ്. അതോ കിടക്കുന്നു. അവൻ ഈ ലൈനിലോട്ട് കയറില്ല, അവൻ ആ ലൈൻ വഴി തന്നെ അങ്ങ് പോവുള്ളൂ. നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലോക്കോ ഒന്ന് കാണാമായിരുന്നു. ചുറ്റും ഹോണിൻ്റെ ബഹളമാണ്. അതാണ് മുംബൈ CSMT ഹസ്രത്ത് നിസാമുദ്ദീൻ സെൻട്രൽ റെയിൽവേ രാജധാനി, അഥവാ പുഷ്പുൾ രാജധാനി. अरे यार इसमें तो एक एंड टू एंड बनता ही है, पक्का करेंगे एक दिन करेंगे, ज़रूर करेंगे. അപ്പോൾ അങ്ങനെ ഥാനയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ നേത്രാവതി എക്സ്പ്രസ് അങ്ങ് വിട്ടുപോയി. നമ്മൾ ചിലപ്പോൾ ഓടിപ്പിടിക്കും, പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഫാസ്റ്റ് ലൈനിലായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫ്രണ്ടിൽ വേറെ ട്രെയിനുകളുണ്ടാവും. നമുക്കിപ്പോൾ എന്തായാലും സിഗ്നൽ ക്ലിയർ ആണ്.
പാപ്പൻ വിചാരിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ എന്തായാലും ഘാട്ട് കോപ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ അവനെ കാണും. കാരണം അവിടെയൊക്കെ എത്തുമ്പോൾ അവൻ സ്ലോ ഡൗൺ ചെയ്യും. ഭാണ്ഡൂപ്പ് എത്തി, ഭാണ്ഡൂപ്പ്. ഇതായിരുന്നു മുംബൈ CSMT സോലാപൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. പാപ്പ ചേസ് പിടിക്ക് പാപ്പ, എന്തോ ആണ് പാപ്പ. ഈ മൾട്ടിപ്പിൾ കോമ്പറ്റീഷൻ. അപ്പുറത്തെ ലോക്കൽ ട്രെയിൻ, ഇപ്പുറത്തെ നേത്രാവതി. അടിപൊളി, പൊളി 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 പൊളി. നേത്രാവതി നമുക്ക് പിടുത്തം തരുന്നില്ല, പക്ഷെ പിടുത്തം കിട്ടും, പിടുത്തം കിട്ടും. കാര്യം അവനിപ്പോൾ സ്ലോ ഡൗൺ ചെയ്യും. അതാണ് സ്റ്റേഷൻ. വിജയവാഡ 39371. ഇപ്പുറത്ത് പറഞ്ഞുണ്ടോ നമുക്ക്, ഇവനെ കൂടെ പിടിച്ചേക്കാം. ഇതൊരു സ്ലോ ലോക്കലാ, വരുമ്പോൾ നിർത്തും. എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഭുവനേശ്വർ ലോക്മാന്യ തിലക് എക്സ്പ്രസ്സിനെ മിസ് ചെയ്തു. സോറി, ലോക്മാന്യ തിലക് ടെർമിനസ് ഭുവനേശ്വർ എക്സ്പ്രസ് 39373S. അത് ഷണ്ടിങ് ആയതോ എന്താ സംഭവം അറിയില്ല. ഈ ബോംബെ കയറിയിട്ടുള്ള ഈ ഹൈ സ്പീഡ് റൺ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വേറെ ഒരു ട്രിപ്പിൽ എനിക്ക് കിട്ടാറില്ല. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ശരിക്കൊരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടും ഇവിടെ എത്തുമ്പോൾ.
ലൈനിയുടെ ലെഫ്റ്റിലോട്ട് പോകും. ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകുന്ന ലൈനാണ്. നമ്മളിപ്പോൾ കുർള എത്താറായി. കുർള സ്റ്റേഷൻ്റെ റണ്ണർ ഒന്ന് പ്ലാറ്റ്ഫോം സൈഡിൽ നിന്ന് പിടിക്കാം. ഈ റൈറ്റ് കാണുന്ന കുർള കാർ ഷെഡാണ്. കുർള EMU കാർ ഷെഡ്. ഇതാണെന്ന് തോന്നുന്നു സാധാരണ സെൻട്രൽ റെയിൽവേയിലെ ഓൾഡസ്റ്റ്, പ്രോബ്ലി ഇന്ത്യയിലത്തെ തന്നെ ആദ്യത്തെ ആയിരിക്കും ഇത്, അറിയില്ല. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കമൻട്രിയിൽ എഴുതാം. ഫ്രണ്ടിലായിട്ടാണ് കുർള സ്റ്റേഷൻ. ഈ കിടക്കുന്നൊരു മക് സ്പെഷ്യൽ EMU ആണ്. അത് വേസ്റ്റ് എടുക്കാൻ പോകുന്ന ട്രെയിനാണിത്. രാത്രികളിലെ ട്രാക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ട്രാക്ക് സൈഡിലുള്ള വേസ്റ്റ് ഒക്കെ പെറുക്കൊണ്ട് വരും. (4:43) 4:50 നമ്മുടെ ഒഫീഷ്യൽ അറൈവൽ ടൈം. അതിനെന്തായാലും നമ്മൾ എത്തില്ല. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും മോസ്റ്റ്ലി നമ്മൾ മുംബൈ CSMTയിലെത്തും. ഈ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് ഹാർബർ ലൈൻ ട്രാക്ക്, അതായത് ഇന്ത്യസ് ഓൾഡസ്റ്റ് ഇലക്ട്രിക് സബർബൻ സെക്ഷൻ ഇതാണ്. ഇതിങ്ങനെ പോയിട്ട് ഗുരു തേജ് ബഹാദൂർ നഹർ അങ്ങനെ പോയി വഡാല റോഡ്, സാന്താസ് റോഡ് വഴി മസ്ജിദിൽ വന്ന് നമ്മുടെ ഈ ലൈനിലൂടെ ജോയിൻ, ഈ ലൈനിൻ്റെ സൈഡിൽ വന്ന് കയറും. അതിലൊരു EMU വരുന്നത് കാണാം. ഈ ഹാർബർ ലൈൻ വഴി EMU മാത്രമേ ഉള്ളൂ. റെയറായിട്ട് ഫ്രൈറ്റ് പോകാറുണ്ട് മുംബൈ പോർട്ടിലേക്ക്. പൻവേലിലുള്ള ഒരു സ്ലോ EMU ആണത്. വളരെ റെയറായിട്ട് ഇതുവഴി ഫ്രൈറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ സയൻസ് സ്റ്റേഷൻ വഴി പതുക്കെ പാസ് ചെയ്യായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പീസ് ആൻഡ് ഹോൾ ട്രെയിൻ കാണാനുണ്ട്. ഹോർന്നടിച്ചു വരുന്നു. (37569) എനിക്ക് തോന്നുന്നു പ്രഗതി എക്സ്പ്രസ് ആണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാട്ടും കഴിഞ്ഞ് ദാദറിലോട്ട് കയറാൻ പോകുന്നു. ഇതെല്ലാം മാട്ടുങ്ക വർക്ക്ഷോപ്പിലൂടെ റിപ്പയർ POHയിലൊക്കെ വരുന്ന കോച്ചുകളാണെന്ന് തോന്നുന്നു. പിന്നെ സ്പെയർ കോച്ചുകൾ. ആ കിടക്കുന്ന പുത്തൻ അല്ല, POH ചെയ്ത് കഴിഞ്ഞ കോച്ചസാണ്. 22 ആണ്, 22 ബിൽഡാണ്. ഇതിലൊക്കെ ഇപ്പോഴും CR എന്ന് തന്നെയാണ് മാർക്ക് ചെയ്യുക. ഭാരെ ഇന്ത്യൻ റെയിൽവേ ആയിട്ടില്ല. നമ്മളങ്ങനെ ദാദറിലേക്ക് എത്തുകയാണ്. ദാദറിലെ പ്ലാറ്റ്ഫോം 12ലേക്ക് എത്തുകയാണ്. അപ്പുറത്ത് 10 ഭുസാവലിൻ്റെ 22636 ബലാർഷ നന്ദിഗ്രാം എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ദാദറിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ മുംബൈ CSMTയിലോട്ട്. സമയത്ത് എന്തായാലും എത്തില്ല കേട്ടോ. ഇതാണ് നമ്മൾ ദാദറിൽ നിർത്തിയ പ്ലാറ്റ്ഫോം 12. പിന്നെ അപ്പുറത്തെ ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും കാണിക്കാൻ മിസ്സാക്കും. പ്രാവശ്യം മിസ്സാക്കും. കാരണം ഇവിടെ ഇറങ്ങാൻ ആൾക്കാരുണ്ടാവുമല്ലോ, അതാണ് പ്രശ്നം.
അങ്ങനെ ദാദറിൽ നിന്നും പുറപ്പെട്ടു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട്. ഇനി അടുത്ത് നമ്മൾ നേരെ മുംബൈ CSMTയിലാണ് കൊണ്ട് നിർത്താൻ പോകുന്നത്. അപ്പോൾ ദാദറിൽ നിന്ന് പുറപ്പെട്ടു. അത് അങ്ങേയറ്റത്ത് കിടക്കുന്ന കാണുന്ന ട്രെയിന് വെസ്റ്റേൺ റെയിൽവേ ട്രെയിനാണ്. അക്കാര്യം അത് ദാദർ വെസ്റ്റേൺ റെയിൽവേ ആണത്. ഇനി ഞാൻ കുറച്ച് ഉള്ളിലേക്ക് പോകട്ടോ. ഇനി നമുക്ക് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എത്താറായിട്ട് കാണാം. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കോച്ച് കേട്ടോ. കോച്ച് ഏകദേശം കാലിയായി കഴിഞ്ഞു. വളരെ കുറച്ച് പേരും കൂടെ ബാക്കിയുള്ളൂ ഇവിടെ ഇറങ്ങാൻ. എല്ലാവരും നേരത്തെ ഇറങ്ങിയതാണ്. നല്ല സീറ്റായിരുന്നു കേട്ടോ. സീറ്റ് നല്ല സീറ്റായിരുന്നു. പക്ഷേ സീറ്റിൻ്റെ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം മാത്രം കുറച്ച് ഫ്രണ്ടിലോട്ട് സ്റ്റാൻഡിങ് ആണോ എന്നൊരു സംശയം. ബട്ട് അതർവൈസ് ഓൺ ദ ഹോൾ നല്ല കോച്ചായിരുന്നു. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ നിർമ്മിച്ച കോച്ചാണ്. 183085 ACCZ. 2018 മാർച്ച് മാസത്തിൽ നിർമ്മിച്ചാണ്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. പൊളിയാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇത് നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കണ്ടൊരു പുതിയ കോച്ചാണ്. ഇത് ഇൻറ്റീരിയേഴ്സ് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇങ്ങനത്തെ സീറ്റാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോച്ചിൽ ഇപ്പോഴും പണിയുന്നുണ്ട്. ഇത് റെയിൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച കോച്ചാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കോച്ച് മാനുഫാക്ചറേഴ്സ് പ്ലേറ്റ് RCF ആണ്. അപ്പോൾ RCF ഇപ്പോഴും ഇങ്ങനത്തെ കോച്ച് പണിയുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ മുംബൈ CSMTയിൽ എത്തിയിട്ടുണ്ട്. 5:08 എത്തിയിട്ടുണ്ടാവും. വണ്ടി ലേറ്റായിട്ട് എത്തിയത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നായിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നായിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ്റെ ഒക്കെ രേഖപ്പെടുത്തും. നമുക്ക് നമ്മുടെ റിട്ടേൺ യാത്രയുടെ പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. So see you again in the next video. Until then, this is Binoy Shankar signing off from 7. Bye bye.